ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നിപ്പോൾ നോമ്പുറ വിശേഷങ്ങളാണ് കേട്ടോ. തറവാട്ടിലെ നോമ്പുറയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാങ്കാക്കില്ലായിരുന്നു കേട്ടോ, ആൾ ഗൾഫിലാണ്. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നോമ്പുറക്ക്. അപ്പോൾ ചെറിയൊരു നോമ്പുറയാണ്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ അന്ന് രാവിലെ ഞാൻ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ തലേ ദിവസം സാജിക്കാൻ്റെ മൂന്നാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ നോമ്പുറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടിയിട്ടില്ല, നമ്മളും അവരും കൂടിയിട്ടോ. കാരണം സച്ചു റിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെലിക്കാക്കാൻ്റെ. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. കാരണം ഇച്ചുവിന് അവരില്ലാണ്ട് ഇപ്പം പറ്റുന്നില്ല, അവൻ ഫുൾ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ട് ലീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് അങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നോമ്പ് തുറക്കാൻ വിളിച്ചപ്പോൾ നമ്മളും കൂടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നോമ്പറൊക്കെ കഴിഞ്ഞ് എത്തുമ്പം കുറച്ച് ലേറ്റായി. അപ്പം ഡ്രസ്സൊന്നും മടക്കി വെക്കാൻ സമയം കിട്ടി. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ മടക്കുന്നത്. 7:30 അപ്പം ഇപ്പോൾ 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇക്ക ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മന്തിക്കുള്ള ചിക്കൻ നന്നാക്കാണ്ട്. അപ്പം നമ്മളിപ്പം നമ്മളെ തലേന്ന് അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ നമ്മളെന്താക്കി പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടോ. അപ്പോഴും ഞാൻ ഇക്കാനോട് പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് എല്ലാവരും വിളിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു എല്ലാവരും കാരണം എക്സാം ആയിരിക്കൂലേ മക്കൾക്ക്, അപ്പം നമുക്ക് ഒരു 25ന് ശേഷം വിളിക്കാമെന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞാൻ രാവിലെ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് നോക്കിയപ്പം അവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, അവരൊക്കെ പോസിറ്റീവായിട്ട് ഇരുന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവരും വന്നോളി, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നോമ്പുറായിട്ട് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കാനോടും പറഞ്ഞു. അപ്പം ആൾ പറഞ്ഞു എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് ചിക്കനും കൂടി വാങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു ഉറങ്ങി എണീറ്റിട്ട് അവൻ്റെ സൈക്കിളും കൊണ്ട് വരികയാണ് കേട്ടോ. അല്ല, ഉറങ്ങി എണീറ്റിട്ടില്ല, ആൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക പോയ സമയത്ത് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതിന് ചിക്കൻ പെരക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ക്യൂബ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പം മന്നീൻ്റെ പാക്കറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം 2 പാക്കറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കിലോ വീതിയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 1 കിലോ വെക്കാനായിരുന്നു കേട്ടോ തീരുമാനിച്ചത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് 2 കിലോ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ അത് മേടിക്കാൻ വേണ്ട ആവശ്യമില്ല. പക്ഷേ ചിക്കന് 1 കിലോനും കൂടി വാങ്ങണേന്ന് കേട്ടോ. 1.5 കിലോനായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഇതിൽ ചെറുനാരങ്ങയും അതുപോലെ തന്നെ മാഗി ക്യൂബും പിന്നെ മന്തി മസാലയും പിന്നെ നമ്മൾ കോൺഫ്ലവറും പിന്നെ ലാസ്റ്റ് കളറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇത്തിരി ഉറ്റിച്ചാൽ മതി കേട്ടോ. അതും കൂടി ഇറ്റിച്ചിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. അപ്പം ഫ്രൈ ചെയ്യാനാകുമ്പോഴത്തേക്ക് നല്ലോണം പിടിച്ചോളും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്തൊന്നും രാവിലെയൊക്കെ ഷോപ്പിലേക്ക് പോയ സമയത്തൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ റിച്ചുവിനെ താത്ത വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫ്, ആൾക്ക് പിറ്റേ ദിവസം എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് വരാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു കേട്ടോ. അപ്പം അപ്പോഴാണ് ഞാനിങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പം പിന്നെ മൂത്ത താത്താൻ ചോദിച്ചപ്പോൾ ആക്കും കുഴപ്പമില്ല, ആൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ അങ്ങനെയാണ് നോമ്പറ ഫിക്സ് ചെയ്തിട്ടോ. അപ്പം പിന്നെ ചിക്കൻ പിന്നെ മേടിക്കാൻ മക്കളെ പറഞ്ഞേക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലേക്ക് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടാണ്. പിന്നെ ആസ് എ ബേബിക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള വെക്കാൻ കേട്ടോ. കാരണം അത് കൊണ്ടുവന്ന് അതും കൂടി സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ആൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, ഒന്നും മര്യാദക്ക് കഴിക്കൂല കേട്ടോ. ഈ ലിക്വിഡ് ഫുഡൊക്കെ തീരെ കഴിക്കൂല, ഫുള്ള് തുപ്പയ്യ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു സ്പൂൺ കഴിച്ചോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇച്ചുതാ ഓൻ്റെ ടയറും ഇതൊക്കെ ഊരി കൊടുക്കാൻ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇച്ചുവിൻ്റെ കുറച്ച് വാശി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഒന്ന് ചൂടാറിയിട്ട് അതൊക്കെ എങ്ങനെയും ഫുഡ് കൊടുക്കാൻ നോക്കണം. പിന്നെ അല്ലെങ്കിൽ ഇച്ചുവിനെങ്കിലും കഴിപ്പിക്കാൻ കേട്ടോ. ആളും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മളെ ഹരിതസേനത്തിൻ്റെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാർഡും കൊണ്ട് ഇങ്ങനെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇച്ചുവിനും ഒരു ബബിൾസ് ഉണ്ടല്ലോ, ബബിൾസ് വേർപ്പിക്കുന്ന സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മേടിക്കാൻ പോയപ്പം. അങ്ങനെ ഇനിയിപ്പം ഈ ഒരു ഇറച്ചിയും കൂടി മതി കേട്ടോ. കാരണം നേരത്തെ നമ്മൾ 1.5 കിലോന് വാങ്ങിയതായിരുന്നല്ലോ തലേ ദിവസം. പിന്നെ 1 കിലോനും കൂടി മതി. നമ്മളെന്തായാലും ചോറ് 2 കിലോനെ വെക്കുന്നുള്ളൂ. കാരണം നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കൂല കേട്ടോ. വേഗം തന്നെ എല്ലാവരും വയറും നിറയും. കാരണം നമ്മൾ കുറേ എണ്ണക്കടിയും ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ചോറും ഇതൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ താത്ത. അങ്ങനെ അതൊക്കെ ഇതാക്കി പിന്നെ ഉള്ളി മന്തിക്കിൻ്റെ മസാല റെഡിയാക്കാനുള്ള ഉള്ളി സവാള എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആളെ ഞാൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. കാരണം നല്ല വെയിലാണ് കേട്ടോ. വെയിലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പനി എന്തായാലും വരുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പം പിന്നെ ആളെങ്ങനെയൊക്കെയോ അകത്തേക്ക് പിടിച്ച് കയറ്റി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ എണ്ണക്കടിക്ക് വേണമെങ്കിൽ അതിന് ഇതാക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് ഇത്തിരി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തു. പിന്നെ കുറച്ച് 2 തക്കാളീൻ്റെ ജ്യൂസ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പണിയൊക്കെ തീർത്ത് വെക്കാൻ വിചാരിച്ചു. ഈ ചോറിൻ്റെ
മന്തിക്കുള്ള പരിപാടികളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുള്ളും വേഗം തന്നെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, എസയും ഇച്ചുവൊക്കെ ഇച്ചു പിന്നെ കുഴപ്പമില്ല, മക്കളൊപ്പം കഴിച്ചോളും. എസ എപ്പോഴാണ് കരീനെന്ന് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ ആ സമയത്ത് പണിയെടുക്കാൻ പറ്റിയെങ്കിൽ ഇടങ്ങാറിരിക്കില്ല വെച്ചിട്ട് ഞാൻ മാക്സിമം പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് നിലത്തിരിക്കുന്ന സമയത്തും ഓളെ ഉറക്കിയ സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കുറേ തീർത്തിട്ടോ. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ കുളിച്ചിട്ടില്ല. കുളിയൊക്കെ പിന്നെ ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷമായിരുന്നു കേട്ടോ ഞാൻ കുളിച്ചിട്ടില്ല. കാരണം അതിൻ്റെ മുമ്പ് ഈ പണികളൊക്കെ ഒന്ന് തീർത്തൊക്കെ വെച്ചിട്ടോ. അല്ലേ പിന്നെ ഒരു സമാധാനം ഉണ്ട്. കാരണം നോമ്പ് പറയാനും കൂടി ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ബേജാറില്ല. നമ്മൾ മാത്രമാണെങ്കിൽ പിന്നെ സീനില്ല, എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒക്കെ പണി തീർക്കണമല്ലോ. പിന്നെ അത് ഒരു ചെമ്പൊക്കെ എടുത്തിട്ട് ഇതിലാണ് കേട്ടോ നമ്മൾ ദം ചെയ്യുന്നപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കും ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു അതൊക്കെ ഇടണം കേട്ടോ. അതൊക്കെ ഇട്ട് പിന്നെ ഏലക്കായ, ഈ ബ്ലാക്ക് ലെമൺ, മന്തി മസാല, മാഗി ക്യൂബ്സ്, ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഇട്ടിക്കുക, അല്ലെങ്കിൽ ഇടാണ്ടിക്കുക. പിന്നെ കുറച്ച് ജീരകം കൂടി ഇടാണ്. സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിച്ചിട്ട് നല്ലോണം നമ്മളെന്താക്കുക കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഇപ്പം സെറ്റ് ചെയ്തതെന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ ഇപ്പം ഉണ്ടാക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ്, വൈകുന്നേരമാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അരിയാനും പിടിക്കാൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് എണ്ണക്കടിയിലേക്ക് നോക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പണി വേഗം തന്നെ തീർക്കുന്നത്. ചിക്കൻ റെഡിയാക്കി വെച്ചതും ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇച്ചുവിന് ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് നമ്മൾ മന്തി എന്നിട്ടോ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് മൂത്ത താത്ത ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ. ചിക്കൻ വേവിച്ചിട്ടുണ്ടാക്കുമ്പം അതിൽ വലിയ ഉണ്ടാവില്ല കേട്ടോ, രസം ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വാഷ് ബേസിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. അപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതിലെന്തിനാ ബക്കറ്റ് വെച്ചിരുന്നു. ബക്കറ്റ് ചോറിനൊന്നല്ല കേട്ടോ, ചോർച്ചയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമ്മളെ മാവിനും തെങ്ങിനും ഈ പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബക്കറ്റ് വെച്ചത്. പിന്നെ അതാ ഞാൻ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാനിടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ എന്തായാലും കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പം അത് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മൂന്നാമത്തെ ബ്രദറിൻ്റെ വൈഫൊക്കെ വരും കേട്ടോ. അപ്പോഴേക്കും പിന്നെ എണ്ണക്കടിക്കുള്ളതും കുറച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുള്ള മുട്ടയൊക്കെ വേവിക്കാൻ വെക്കണം. അപ്പം ഇതൊന്ന് ചിക്കനൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചാൽ നമുക്ക് സമാധാനമാണല്ലോ. അപ്പം അതിൻ്റെ പൊരിക്കൽ കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ മെനക്കണ്ടല്ലേ. പിന്നെ അതിന് കുറേ ചിക്കനും കൂടി ഉണ്ടാകുമ്പം നമുക്ക് എല്ലാ പണിയും കൂടി ഇതാവില്ല. പിന്നെ ഈ അടുപ്പത്ത് തന്നെ ചെയ്യും വേണ്ടേ. അങ്ങനെ പിന്നെ ഇനിയിപ്പം മുട്ട ബജിക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല. കാരണം ഈ കുഞ്ഞും നമ്മൾ മസാല ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉള്ളിയും നമ്മുടെ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു മുട്ട ബജി ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ ബജിൻ്റെ ഇത് വാങ്ങിയിട്ട് ഇത് പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഉണ്ടാക്കലല്ലേ. പിന്നെ നമ്മൾ ഒരു മധുരത്തിൻ്റെ കടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, സമൂസ കേട്ടോ. തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പം വേറൊരു കടിയും കൂടി നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉള്ളിവടയും കൂടി സെറ്റാക്കിയിട്ട്. കാരണം നോമ്പ് തുറാന്ന് പറയുമ്പോൾ കാരണം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബേജാറാണ്, തികയോ എന്തായാലും തികയും. കാരണം ഫാസ്റ്റിംഗ് ആകുന്ന സമയത്ത്, നോമ്പുള്ള സമയത്ത് ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാനാവില്ല. വെള്ളമായിരിക്കും കൂടുതലായിട്ട് വേണം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഭയങ്കര ചൂടല്ലേ. അപ്പം അതിൻ്റെ അടുക്ക് എസയും എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓളൊന്ന് ഉറക്കി. അപ്പം അതുകൊണ്ട് തന്നെ ബേജാറുള്ളതുകൊണ്ട് ഉണ്ടാക്കിയിട്ടും മതിയാവുമോ തികയോ എന്നുള്ള ഇത് തന്നെയായിരുന്നു കേട്ടോ എനിക്കും നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഒരു എണ്ണക്കടിയും കൂടി ആക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ മുട്ട വേവിക്കാൻ വെച്ചത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മൂന്നാമത്തെ ബ്രദറിൻ്റെ വൈഫും മോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം 3 ദിവസം വേനൽ വരാനുണ്ട് കേട്ടോ, സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആളിപ്പം പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3:50 2:50 ആയപ്പോഴാണ് കേട്ടോ ഞാൻ വെള്ളം അരി കഴുകിയിട്ടാണ് കേട്ടോ കുതിർത്താൻ വെക്കുന്നത്, അതിലേക്ക് വെക്കുന്നത്. അപ്പം പിന്നെ അതും കൂടി കുതിർത്ത് വെച്ചാൽ പിന്നെ ഈ പണി കഴിഞ്ഞാൽ പിന്നെ വേഗം പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വേവിക്കാൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ബസ്മതി റൈസാണ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ മുട്ട ബജിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിപ്പം ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ, വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കുറേ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുറേ പണി എടുത്ത് വെച്ചോണ്ട് തന്നെ പിന്നെ മുത്തച്ഛൻ വന്നപ്പം ആളൊപ്പം കുറേ പണി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ആക്കനി മോനൂസിനെ കൂട്ടാനൊക്കെ പോകണം. പിന്നെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണമല്ലോ. അപ്പം പിന്നെ ഞാൻ എന്താക്കി മുട്ട ബജിക്കുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു നമ്മളെ മൂത്ത 2 മുത്തച്ഛിമാരൊക്കെ എത്തിയത് കേട്ടോ. മൂത്ത താത്തിയും രണ്ടാമത്തെ താത്തിയും അവരുടെ മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു. പിന്നെ സച്ചു റിച്ചൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർ പിന്നെ സ്കൂൾ ലീവ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. അങ്ങനെ എന്താക്കി ഇതിനുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് മറിച്ചിടാൻ വിചാരിച്ചിട്ടോ. നമ്മൾ ഈ മന്തിക്ക്
ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുമ്പം നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്ന അത്ര ഫ്രൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു സോഫ്റ്റ്നെസ് ഒക്കെ വേണം കേട്ടോ. പിന്നെ അത്രക്ക് ഇതാവണ്ട, പക്ഷേങ്കിൽ വേവും വേണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം മുട്ട ഹാഫാക്കിയിട്ട് വെള്ളയും കുഞ്ഞൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉള്ളിലേക്ക് നല്ലോണം വയന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചും അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ബേബി ഉണ്ട് കേട്ടോ. ബേബീനെ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മോനുവിനെ കൂട്ടാൻ പോയപ്പോൾ കേട്ടോ. പിന്നെ ഇതായി മഞ്ഞയൊക്കെ കൂടിയിട്ട് ഉടച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ളീൻ്റെ മസാല ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഈ കുഞ്ഞൊക്കെ ഇടുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു തുള്ളി മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പില മല്ലിച്ചപ്പ് അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മൂന്ന് വന്നപ്പോൾ ആക്കിയതാ ചായയൊക്കെ കൊടുക്കുക, ചായയും ബിസ്ക്കറ്റും നുറുക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ അതിനിപ്പം പെട്ടെന്ന് തന്നെ മുട്ട ബജിക്കുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം ഈ ഒരു പണി കഴിഞ്ഞാൽ നമുക്ക് ഇനി സമൂസ റെഡിയാക്കണം, പിന്നെ ഒരു എണ്ണക്കടിയും കൂടി ഉള്ളിവടയും കൂടി ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു കേട്ടോ. കാരണം നമുക്കൊരു ബേജാറാണ്. കാരണം സമൂസ അഥവാ കുറയോ അല്ലെങ്കിൽ മുട്ട ബജി എല്ലാവരും വേഗം കഴിക്കുമോ, അല്ലെങ്കിൽ തീരെയായിട്ടും ചെയ്താൽ ആ ഒരു സമയത്ത് ഇല്ലല്ലോ എന്നുള്ള ഒരു പറച്ചിൽ വരരുതല്ലോ, കഴിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ മുട്ടയും സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ആ സമയത്തായിരുന്നു രണ്ടാമത്തെ രണ്ട് മുത്തച്ഛിമാർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ ഭാഗത്ത് കയറി. അപ്പം നോമ്പായതുകൊണ്ട് തന്നെ ആർക്കും ചായ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എല്ലാവർക്കും നോമ്പല്ലേ. പിന്നെ അവർ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റിന്യൂസിന് നാളെ എക്സാം ഉണ്ട്. ആൾ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തൂനില്ല കേട്ടോ, ആക്കുന്ന എക്സാം കഴിഞ്ഞിട്ടാണ് ആൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആൾ 10ലാണ് കേട്ടോ. അപ്പം ഇംഗ്ലീഷിൻ്റെ എക്സാം ആയിരുന്നു. അപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ലാസ്റ്റത്തെ 2 പീസും കൂടിയാണ് കേട്ടോ ഇനിയിപ്പം ഫ്രൈ ചെയ്ത് ഇടാനുള്ളൂ. അപ്പം അത് കഴിഞ്ഞപ്പം പിന്നെ നമ്മളെ മന്തീൻ്റെ മസാല അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു അടുപ്പത്തേക്ക് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്നല്ലോ, ഒരു ഉച്ചക്ക് കുഴച്ച് വെച്ച ആ ഒരു മസാല വെച്ചിട്ടുണ്ട്. അപ്പം താത്താനെ വെച്ചപ്പം ഇനിയൊന്നും വേണ്ടാന്ന് കറക്റ്റ് സെറ്റ് തന്നെയായിരുന്നു കേട്ടോ നമ്മളെ മസാലയും കാര്യങ്ങളൊക്കെ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഒഴിക്കണമായിരുന്നു, അത് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ലാസ്റ്റ് ഉറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലോണം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മുട്ടക്കുള്ള മാവും കൂടി സെറ്റ് ചെയ്തു കേട്ടോ, കടലപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരുന്നു ഇതാക്കിയത്. പിന്നെ നമ്മളെ മന്തി ചോറ് വെക്കാനുള്ള ചെമ്പ് പുറത്തൊരു ചെമ്പ് വെച്ചിരുന്നു. അപ്പോൾ അത് അഥവാ ചെറുതാവുമോ അല്ലെങ്കിൽ ഇട്ടിട്ട് പിന്നെ മാറ്റേണ്ട ആവശ്യം വരരുതല്ലോ. അപ്പം പിന്നെ വേറൊരു കുടുക്ക എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ പുറത്തായിരുന്നു വെച്ചത്. ചോറ് പിന്നെ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അടുപ്പത്ത് കത്തിക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ പുറത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ താത്തിയായിരുന്നു കേട്ടോ ചോറ് അതിലേക്ക് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സമൂസ ഷീറ്റിൽ ഫുള്ളും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഉള്ളത് കേട്ടോ. 2 എരിവുള്ള കടിയും പിന്നെ ഒരു മധുരമുള്ള കടിയും കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മൾട്ടിത്താത്ത തരിക്കഞ്ഞു റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ താത്തിയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എണ്ണക്കടിയൊക്കെ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇനിയിപ്പം ചോറ് വന്നു, ഇനിയിപ്പോൾ അത് ഊറ്റാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്കുള്ള കുറച്ച് കളറൊക്കെ റെഡിയാക്കി, റെഡ് ഫുഡ് കളറും അതുപോലെ തന്നെ യെല്ലോയും കേട്ടോ. യെല്ലോ കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ആയിരുന്നു കേട്ടോ കലക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചോറും കാര്യങ്ങളൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടപാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം സെറ്റ് ചെയ്യും കൂടി വേണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പൊന്നു ഇതാ വന്നിട്ട് അപ്പം മോനൂസിയിൽ കൂടെ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മൾ കളറും സെറ്റ് ചെയ്തു. ഇനിയിപ്പം ചാർക്കോളും കൂടി കത്തിച്ചിട്ട് സെൻറ്ററിൽ വെക്കാണ്ട്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി 3-4 പച്ചമുളകും കൂടിയും സെൻറ്ററിലായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മന്തീൻ്റെ പരിപാടി. പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മളെ എണ്ണക്കടിക്കുള്ള ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ താത്ത അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമ്മളെ സമൂസയും മുട്ട ബജിയും ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ജ്യൂസും ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാംഗോ പൾപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം അതുകൊണ്ടാണ് ജ്യൂസ് ആക്കിയത്. പിന്നെ ഫ്രൂട്ട്സും കട്ട് ചെയ്തു. ആപ്പിളും ബത്തക്കയും അതുപോലെ തന്നെ മുന്തിരിയായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ സമയം ഇതായി, കാരണം ഇക്കും സാജിക്കൊക്കെ എത്താൻ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു നമ്മളെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ, വെള്ളവും കുറവായതുകൊണ്ട് തന്നെ നമ്മൾ മെനക്കെടേണ്ട വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ അതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഗ്ലാസ്സിൽ ജ്യൂസും തരിക്കഞ്ഞൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് ചായ കുടിക്കാൻ ചായ സെപ്പറേറ്റ് വെക്കാണ്ടോ ചെയ്തത്. അങ്ങനെ ഇതാ നമ്മളെ ഫ്രൂട്ട്സും എണ്ണക്കടികളൊക്കെ സെറ്റ് ചെയ്തു. നിലത്തിരിക്കാനായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചത്, കാരണം എല്ലാവർക്കും കൂടി ടേബിളിൽ ഇരിക്കാൻ ആവില്ല. പിന്നെ നിലത്ത് എല്ലാവരും കൂടിയും വട്ടത്തിലിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിനൊരു വേറൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചുവിന് പ്ലേറ്റും ഗ്ലാസ്സും വേണമെന്നുണ്ട്. ആൾ ഫുൾ കരച്ചിലിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ എല്ലാവരും കൂടി അകത്തേക്ക് കയറാൻ കേട്ടോ, കാരണം ബാങ്ക് കൊടുക്കാനായി 6:35 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പോഴത്തേക്ക് ഇതാ എല്ലാവരും അകത്തേക്ക് വിളിച്ച് കയറ്റാൻ കേട്ടോ ഇരിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഇതാ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പ് വെറുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ഷോർട്സും കാര്യങ്ങളും ഞാൻ ഇന്നലെ രാത്രി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് കണ്ടു നോക്കുക.
പിന്നെ എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ചൊരു ആവേശമുണ്ട്. പക്ഷേ കുറച്ച് എണ്ണക്കടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്ലേറ്റിൽ. അത് പിന്നെ രാത്രി എല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ അതാ നോമ്പ് തുറന്ന് പാത്രം കഴുകലും അടുക്കള ഫുള്ളും വൃത്തിയാക്കിയിട്ടോ നമ്മളപ്പം തന്നെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ താത്ത മന്തി റൈസ് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. കാരണം നമുക്കിനി മക്കൾക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇപ്പം എന്തായാലും മക്കൾ കഴിക്കൂല. ഒരു 8:30 കഴിഞ്ഞതിന് ശേഷം മക്കൾക്കും കൊടുക്കാം. പിന്നെ 9:30 ആവാൻ നേരത്തെ 9:15 ആകുമ്പോൾ നമുക്കും കഴിക്കാന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ രാവിലെ കഴിച്ചതൊക്കെ ദഹിക്കാനല്ലോ. അപ്പോഴത്തേക്ക് എല്ലാവരും നിസ്കാരവും മോത്തൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ താത്ത ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഇതാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് മക്കളൊക്കെ ഫുൾ പുറത്തിരുന്നു കേട്ടോ. പിന്നെ മുത്തും സ്കൂട്ടി ഓടിക്കുന്നുണ്ട്. ഞാനും ഒന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഓടിക്കാൻ അറിയില്ല, ഹുന്താൻ കേട്ടോ. പിന്നെ രാത്രി എല്ലാവരും കൂടി ഇരുന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് തന്നെ ഫുഡും ചോറും കാര്യങ്ങളും കഴിക്കണം. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തായിരുന്നു കേട്ടോ ഇരുന്നത്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പം എല്ലാവരും വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പിറ്റേ ദിവസം മക്കൾക്ക് എല്ലാവർക്കും ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പോവാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വൈത്താണ്ട് ഇച്ചും പോകുന്നുണ്ട്. ഇച്ചു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. സാജിക്ക് പോയ സമയത്ത് ഓരോപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള കരച്ചിൽ. പിന്നെ രണ്ടാമത് സെലിക്കാക്കിയും മൂത്ത താത്തയും ഓരൊക്കെ പോയപ്പം ഓരോപ്പം പോകാനുള്ള കരച്ചിൽ. കാരണം മക്കൾ പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പം ആ ഒരു കരച്ചിൽ ഭയങ്കരമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.